കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡും ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങൾക്ക് ശേഷം വനമേഖലയാണ്. അപ്പോൾ ധാരാളം ചോളക്കൃഷിയും കരിമ്പ് കൃഷിയുമൊക്കെ കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ കടുകിൻ്റെ കൃഷിയുണ്ട്, എള്ളിൻ്റെ കൃഷിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ വഴിയാണ് കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇത്രയും ചൂടുണ്ടെങ്കിലും പിന്നത്തെ എൻ്റെ ഇടത്തുവശത്ത് ഇപ്പോൾ തെനയുടെ കൃഷി കണ്ടു കേട്ടോ. തിന, നമ്മൾ ലവ് ബേഡ്സിനൊക്കെ കൊടുക്കുന്ന തിനയുടെ കൃഷിയാണ് ഇടത്തുവശത്ത്. ഇനിയൊരു 4 കിലോമീറ്ററോടെ പോയാൽ നമുക്ക് തിരിഞ്ഞു പോകേണ്ട സ്ഥലമാവും. അതുവരെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ വലത്തുവശത്ത് കാണുന്നതാണ് മറ്റേ ബുള്ളറ്റിൻ്റെ എൻജിൻ വെച്ചിട്ടുള്ള വണ്ടി. അതിനി അങ്ങോട്ട് രാജസ്ഥാൻ ഏരിയയിലെല്ലാം ഈ വണ്ടി തന്നെയാണ്. ഇവിടുന്ന് അങ്ങ് തുടങ്ങി ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജസ്ഥാനിൽ ബുള്ളറ്റിൻ്റെ പുറകിൽ ഒരു വണ്ടി പിടിപ്പിച്ച് യാത്ര ചെയ്യുന്ന കാര്യമൊക്കെ പണ്ട് രാജസ്ഥാനിൽ നിന്ന് വന്നിരുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഇവിടെ പാടത്തും പറമ്പിലും ഒക്കെ കൊണ്ടു നടക്കുന്ന ആ ഡീസൽ ബുള്ളറ്റിൻ്റെ എൻജിൻ വെച്ച വണ്ടിയാണ്. പഴയ കണ്ടം ചെയ്ത വണ്ടികൾ എടുത്തിട്ട് അവർ റിനോവേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ പുറകിലൊരു ട്രോളി പോലെ പിടിപ്പിച്ചിട്ട്. അതോടൊപ്പം തന്നെ നല്ല പുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, കരിമ്പ് പാടം കത്തിക്കുന്നതിൻ്റെയാണ്. കരിമ്പ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ അത് 3 വർഷത്തേക്കാണ്. 3 തവണയാണ് അതിൽ നിന്ന് കരിമ്പ് വെട്ടുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിമ്പ് വെട്ടി മാറ്റിയതിന് ശേഷം അത് അതിൻ്റെ ചപ്പെല്ലാം കൂടി കൂട്ടിയിട്ട് തീ കത്തും. തീ വെച്ച് കഴിയുമ്പോൾ മുകളിലുള്ള ഭാഗം കത്തിപ്പോയി കഴിയുമ്പോൾ പിന്നെ അടിയിൽ നിന്ന് മുള വെട്ടി വരും. മുള പൊട്ടി വരുന്ന മുള വീണ്ടും അടുത്ത 8 മാസത്തിന് ശേഷം വെട്ടി അത് വിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതും വെട്ടും. ആ വരുന്നതാണ് നമ്മൾ ഈ ജ്യൂസിന് വേണ്ടി കിട്ടുന്ന സാധനം. ആ 3ാമത്തെ വർഷം വെട്ടുന്നത് അതാണ് ജ്യൂസ് കടകളിൽ കിട്ടുന്ന സാധനം. ഇവിടെയൊക്കെ നല്ലതും കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലോട്ടൊക്കെ ജ്യൂസ് കടകളിൽ വരുന്ന സാധനമാണത്. അത് 3ാമത്തെ വർഷം കിട്ടുന്ന സാധനമാണ്. അതിന് വലിയ നീളം കാണിയല്ല. അത് പൂക്കും. കരിമ്പ് പൂത്ത് കഴിയുമ്പോൾ അത് കൊണ്ടുവരുന്നതാണ് നമുക്ക് കിട്ടുന്ന സാധനം. അതിന് വലിയ മധുരമൊന്നും ഇല്ലാത്തതിന് കാരണം അതാണ്. വലിയ മധുരം കാണിയല്ല. ആദ്യമൊക്കെ ഉണ്ടാകുന്നതിനാണ് നല്ല മധുരമുള്ളത്. രണ്ടാമത്തേനും മധുരം കാണും. അത് കൂടുതലും പഞ്ചസാര ഫാക്ടറികളിലോട്ടാണ് പോകുന്നത്. 3ാമത്തെ വെട്ടുന്നതാണ് ഈ ജ്യൂസ് കടകളിൽ മുഴുവൻ കിട്ടുന്നത്, കരിമ്പിൻ ജ്യൂസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. കാരണം അവർ ഈ ഓട്ടോഷയിൽ വെട്ടിക്കയറ്റി ജ്യൂസ് കടയിലോട്ട് കൊണ്ടുവന്നുണ്ട് ഈ പൂത്തതെല്ലാം കൂടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്നാ പരിപാടിയെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇന്ന പോലെയാണ്. ആദ്യത്തെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി. ആദ്യത്തെ വർഷത്തിന് 2ാമത്തെ വർഷത്തിന് പഞ്ചസാര ഫാക്ടറിയിലോട്ട് പോവും. അല്ലെങ്കിൽ ശർക്കര ഫാക്ടറി, നമ്മുടെ കരിപ്പെട്ടിയും ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിലോട്ട് പോവും. ഇവിടെ ആ ശർക്കരയാണ് കൂടുതലും ചായക്കകത്ത് ഉപയോഗിക്കുന്നത്, പഞ്ചസാരയല്ല. അപ്പോൾ അതിനുവേണ്ടി പോയി കഴിയുമ്പോൾ കിട്ടുന്ന ബാക്കി സാധനമാണ് ഈ ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നിടത്ത്, ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കി ശർക്കര ഉണ്ടാക്കി എടുക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ചണ്ടിയിട്ട് തന്നെയാണ് കത്തിക്കുന്നത്. കാരണം നല്ല ഹീറ്റാണ്. പഞ്ചസാര തന്നെയല്ലേ കരിമ്പിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് കത്തുമ്പോൾ നല്ല ചൂടായതുകൊണ്ട് അതിട്ട് തന്നെയാണ് ഇത് കത്തിക്കുന്നത്. 2 നടത്തി ഞാൻ കയറി ചോദിച്ചു ഒന്ന് കാണാൻ പറ്റുമെന്ന്. പിന്നെ ഈ ചണ്ടി തന്നെയാണ് ഈ ഇടതുവശത്ത് കാണുന്ന കട്ടക്കുളമില്ലേ, ഇതാണ്. ഇത് സിമെൻറ്റ് കട്ടയാണ്. മറ്റേ ഇഷ്ടിക പണി ഉണ്ടാക്കുന്ന കളങ്ങളുണ്ട്. ആ കളങ്ങളിലിട്ട് കത്തിക്കുന്നതും ഈ കരിമ്പിൻ്റെ ചണ്ടി തന്നെയാണ്. കാരണം നല്ല ചൂട് കിട്ടും. അതുകൊണ്ട് കൂടുതൽ ദിവസം കത്തിക്കേണ്ട കാര്യമില്ല. അപ്പത്തെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിലൂടെ നമ്മളിങ്ങനെ ചവിട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ എടുക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ തന്നെ എടുക്കാമായിരുന്നു. പലപ്പോഴും നമുക്ക് ചിലരൊക്കെ
നമ്മളെ മൊബൈൽ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വീഡിയോ എടുത്ത് തരാറുണ്ട്. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ശരി, നമ്മളിങ്ങനെ ചവിട്ടി മുമ്പോട്ട് പോവുകയാണ്. ഹലോ, നമസ്കാരം. ജോബിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ നയറയുടെ പമ്പിലാണ് ടെൻ്റ് അടിച്ച് കിടന്നത്. ഇതാണ് നമ്മുടെ ടെൻ്റ്. കുഞ്ഞിനെ ഞാൻ വെളിയിലോട്ട് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ ടെൻ്റ് അടിച്ച് കിടന്ന സ്ഥലമാണ് കേട്ടോ ഇത്. കുഞ്ഞി എന്നെ നോക്കിയിരിപ്പുണ്ട്. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. ടെൻ്റ് അവൾ എന്നെ നോക്കിയിരിക്കുന്നു. എന്നെ 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 എന്നാ വേണ്ടേ? തണുക്കുന്നുണ്ടോ? 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 എന്നാ നോക്കുന്നു? അപ്പോഴത്തേക്ക് നമ്മൾ ഹൈവേ 56 പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ചാച്ചയുണ്ട്, കൊച്ചുമോളുണ്ട്, പിന്നെ ഹിരണുണ്ട്. ഹിരൺ ആപ്കാ ഖേത്ത് അപ്പോൾ ഹിരണിൻ്റെ ഖേത്തിലോട്ട് ഞാനൊന്ന് പോവുകയാണ്. ഇത് കണ്ടോ, ഇവിടെ കയറി വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട. നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ കൃഷിസ്ഥലം. ധാരാളം കോഴികളൊക്കെ ഉണ്ട് കേട്ടോ, നാടൻ കോഴികളാണ്. ധാരാളം കോഴിക്കുഞ്ഞുങ്ങളായിട്ടൊക്കെ നടക്കുന്നത് കാണാം. അപ്പോൾ ഇത് അവരുടെ ആവശ്യങ്ങൾക്കും വിൽക്കാനുമുള്ള ഒരു വഴുതനത്തോട്ടം. അപ്പം വഴുതനയ്ക്കിടയിൽ തക്കാളിയൊക്കെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. മുളക് എല്ലാം ഉണ്ട്, അതുപോലെ തന്നെ പൂക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അകത്തോട്ട് പോകുമ്പോഴത്തേനും കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇത് ഗുജറാത്തിലെ ഉൾഗ്രാമമാണ് കേട്ടോ. ഞാനപ്പോൾ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോകുന്ന വഴിക്കാണ്. ഏതീ ബൈഗൻ നയാടാല. അപ്പം ഇവിടെ മൊത്തം അവർ ഈ വഴുതനയുടെ കൃഷിയാണ് ചെയ്യുന്നത്. ഓത്ത പ്യാജ് തന്നെ സൈഡ് സൈഡ് ജാസക്ത. അപ്പോഴത്തേ ഇവിടെ ഇഷ്ടം പോലെ കോഴിയുണ്ട് കേട്ടോ, നാടൻ കോഴി. പണ്ട് നമ്മുടെ വീട്ടിൽ നിറച്ച് നടന്നിരുന്ന പുള്ളിക്കോഴികളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അപ്പോഴത്തേ ഇവരുടെ തോട്ടത്തിലോട്ട് ഞാൻ കയറി വന്നതാണ്. തോട്ടത്തിലോട്ട് കയറി വരുമ്പോഴുള്ള കാഴ്ച ഇവിടെ മുഴുവൻ ഈ ചോളത്തിൻ്റെ കൃഷിയാണ്. ചോളപ്പാടമാണ്, അത് വിതച്ച് നിർത്തിയിരിക്കുന്ന ചോളപ്പാടം കാണാം. ഏവി ബെയ്സേന ഗാസ്. ഓ അപ്പത്തെ ഇത് കണ്ട ചോളപ്പാടം, ചെറിയ ചോളപ്പാടമാണ്. ചന. അപ്പോഴത്തെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കടലക്കൃഷി. അയ്യോ, മാന്തോപ്പിൻ്റെ അകത്തൂടിയാണ് പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, മാമ്പൂക്കൾ നിൽക്കുന്നത് കണ്ട. ഇത് കണ്ടോ, ഇത് നമ്മുടെ കടലപ്പാടം, ചെനയാണ്. അപ്പോൾ ഇത് ചെന. ഓക്കെ ഡാലേ യോബി. ഡാലേ. അപ്പോൾ അത് പയറും തോട്ടമാണ്. നമ്മുടെ പരിപ്പിൻ്റെ തോട്ടമാണ്, പരിപ്പിൻ്റെ തോട്ടം. അതാണ് ആ കാണുന്നത്. ഇതുണ്ട പരിപ്പ് തോട്ടമാണ്. അപ്പോൾ ഇവിടെ കടലത്തോട്ടം, അവിടെ പരിപ്പ് തോട്ടം. പിന്നത്തെ കാണുന്ന കാഴ്ച കണ്ടോ, ഇത് കണ്ടോ, മാവ് മുഴുവൻ പൂത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം ഹൈബ്രിഡ് മാവുകളാണ് കേട്ടോ, നിറയെ പൂത്ത് നിൽക്കുകയാണ്. ഇതുണ്ടോ, കുഞ്ഞ് കണ്ണിമാങ്ങയൊക്കെ വീഴുന്ന സമയമാണ്. അപ്പോൾ ഇത് ഉള്ളിത്തോട്ടത്തിലോട്ട് വന്നതാണ്. അതായത് സമീകൃത കൃഷിയാണ് ഇവർ ചെയ്യുന്നത്. ഇത് ഉള്ളിത്തോട്ടമാണ്, സവോളത്തോട്ടം. അപ്പോഴത്തെ പയർ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് നിറച്ച് പയർ ഇട്ടിരിക്കുന്നതാണ്. ആ ആ ആ ആ ചൗള് ആ പയറിൻ്റെ തോട്ടമാണ് കേട്ടോ. അതെ, പയറൊക്കെ കായ്ച്ച് കിടക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ കൃഷികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആ അതെല്ലാം നമ്മുടെ ഈ ചെറുപയറിൻ്റെ തോട്ടമാണ് കേട്ടോ. പയറിൻ്റെ തോട്ടം. ഇതെല്ലാം പുതിയ പയർ വെച്ചിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെ കേടായിട്ട് നിൽക്കുന്ന ഇലകൾ ചുരുണ്ട് നിൽക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഇവർ കൂടുതൽ ഈ വളങ്ങളോ മരുന്നുകളോ അടിക്കാറില്ല. ഇതെല്ലാം ജൈവകൃഷി രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ എല്ലാം പാടം ഒരുക്കിയിട്ടിരിക്കുകയാണ്. അവിടെ മുഴുവൻ പുതിയ കൃഷികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതേ കാണുന്ന മാന്തോപ്പുകൾ കണ്ടോ, ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇവിടെയെല്ലാം നമുക്ക് ഈ പാടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഇവിടെ നിരപ്പായിട്ടുള്ള പാടമാണ്. പക്ഷേ ഈ പാടത്തിൻ്റെ നടുക്ക്, ഈ കറുത്ത മണ്ണുള്ള പാടത്തിൻ്റെ, നമ്മുടെ കരിപ്പാടത്തിൻ്റെ നടുക്ക് ഇതുപോലെ മാവുകൾ വെച്ചാൽ, അതായത് കുറച്ച് സ്ഥലത്ത് മാവിന് വേണ്ടി മാറ്റി വെക്കുക, വലിയ കൂനകൾ വെട്ടിയിട്ട് മാവുകൾ വെച്ചാൽ നമുക്കും ഈ മാവിൻ്റെ കാലത്ത്, അതായത് ഈ സമയത്താണല്ലോ മാവ് പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ ആയിട്ട്, മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേനും ബടാ ഹോത്താ ഹൈ. അച്ഛാ അച്ഛാ. അപ്പോഴത്തെ ഈ ഇതുപോലെ നമ്മുടെ നാട്ടിലും മാവുകൾ പൂത്ത് നിന്ന് നമ്മൾ വെളിയിൽ നിന്നുള്ള മാങ്ങ വാങ്ങിക്കാതെ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റും. മേത്തിയാണോ? ആ മേത്തി. അപ്പോഴത്തെ ഇത് മുഴുവൻ ഉലുവയാണ് കേട്ടോ. ഉലുവ ഇത് അവരുടെ ആവശ്യത്തിനും അത് പറിച്ച് വിൽക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തെ കോഴികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കൂടി എല്ലാം കോഴികൾ നടക്കുന്നുണ്ട്. അവരാണ് ഈ കൂമ്പുകൾ മുഴുവൻ കൊത്തി തിന്നുന്നത്. ഇത് മുഴുവൻ അവർ കൊത്തി തിന്നിരിക്കുന്നതാണ്. ഇതുണ്ടോ? അപ്പോഴത്തെ നമ്മളിത് അടുത്ത സ്ഥലത്തോട്ട് വന്നു. ഇതെല്ലാം പയർ കൃഷിയാണ് കേട്ടോ. ഫുള്ള് പയർ കൃഷിയാണ്. ഇതെല്ലാം ജൈവകൃഷിയിലായതുകൊണ്ട് മുഞ്ഞയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഇത് നമ്മുടെ തോരപ്പയർ ചെയ്തിരിക്കുന്നതാണ്. വിവിധതരം പയറുകളാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം വഴി സൈഡിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ട്, അതിൻ്റെ പൂക്കൾ കണ്ടോ, നല്ല രസമില്ലേ? ആ ഗുവർ. ആ പയറിൻ്റെ പയർ കായ്ച്ച് കിടക്കുന്നതാണ്. അത് പുല്ലാണ്, പുൽകൃഷി ചെയ്യുന്നതാണ്. പശുക്കളുണ്ട് ഇവർക്ക്, ധാരാളം എരുമയും പോത്തുമൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഉള്ള സ്ഥലത്ത് ധാരാളം വിവിധങ്ങളായ കൃഷികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. കാരണം ഇവർക്ക് കൃഷി വരുമാനത്തിൽ നിന്നാണ് ഇവർക്ക് ഒരു വർഷം കടന്നു പോകുന്നത്. അപ്പോഴത്തെ ഇവിടെ വലിയൊരു കിണറുണ്ട് കേട്ടോ. ആ കിണർ കാണാൻ വേണ്ടി വന്നതാണ്. ഒരു വലിയ കിണർ. ഈ കൃഷിസ്ഥലത്തിന് മുഴുവൻ വെള്ളം കൊടുക്കുന്ന വലിയൊരു കിണറാണ്. ഇതെന്താ, ഇതിനകത്ത് നിറച്ച് മീനാണല്ലോ. മछली बहुत है. वो कैसे आता है? पानी का टाइम में आता है? नहीं, मैंने डाला था. हाँ अच्छा. अब तो पानी तो ऊपर तक आ जाएगा. हाँ ये हाँ उधर तक आएगा. हाँ बारिश का टाइम है. नहीं, बारिश का टाइम नहीं, ऐसा ही भी चढ़ जाएगा. हाँ अभी आएगा. हाँ शाम में पंपिंग होने के बाद. वो शाम को खाली कर दिए थे. അബി ആരേ. അപ്പോൾ ഈ കിണറെന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം പുള്ളി മൊത്തം മോട്ടർ അടിച്ച് പറ്റിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളം കയറിത്തേ ഈ പാല ഇരിക്കുന്നതിൻ്റെ അവിടം വരെ വരും എന്നാണ് പറഞ്ഞത്. അതായത് ധാരാളം വെള്ളത്തിനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണിത്, നമ്മൾ കാണുന്ന പോലെയല്ല. അപ്പോഴത്തെ മാവിൻ്റെ അടിയിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വീടിൻ്റെ പശുക്കളുടെ ഒരു ഏരിയയിലോട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഭാഗ്യമുള്ളൊരു ദിവസമാണ്. അപ്പോൾ പശുക്കളെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ പതിയെ പോവുകയാണ്. ഇത് കണ്ടോ, പശുത്തൊഴുത്താണ്. ഇത് ഇവരുടെ കൃഷി ആവശ്യത്തിനുള്ള വീടാണ് കേട്ടോ. ഇവർക്ക് വേറെ വീട് അടുത്ത ഗ്രാമത്തിലുള്ളതാണ്. ഇത് കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? എന്താ ഇതെന്താ, ഇതെല്ലാം ഗീർ ഇനത്തിൽപ്പെട്ട പശുക്കളാണ്. ഗുജറാത്തിൻ്റെ സ്വന്തം ഗീർ പശുക്കുട്ടികളാണ്. നിൽക്കുന്നത് കണ്ട. ഗീർ പശുക്കളുടെ ഒറിജിനൽ ബ്രീഡിനെ കിട്ടണമെങ്കിൽ ഈ ഏരിയയിലോട്ട് വന്നാൽ മതി. ഈ ഗുജറാത്തിൻ്റെ ഇങ്ങേ തലയാണ് കേട്ടോ. അതായത് നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സമീപത്തേക്ക് പോകുന്ന വഴിയാണ്.
ഇതുണ്ടോ ഗിയറിൻ്റെ 2-3 കളറുണ്ട്. ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ പുള്ളിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവരുടെ ചെവി കണ്ടോ, നീണ്ടു കിടക്കുന്ന ചെവിയാണ് ഇവരുടെ പ്രത്യേകത. ഉണ്ടോ, നീണ്ടു കിടക്കുന്ന ചെവി, അതാണ് ഇവരുടെ പ്രത്യേകത. എന്താ അവർ പുല്ലൊക്കെ തിന്ന് കച്ചിയൊക്കെ തിന്ന് നിൽക്കുകയാണ്. അടുത്തയാൾ നിൽക്കുന്നു. അവനെ തൊട്ടില്ല, അവന് സങ്കടമാകും. പിന്നെ നമ്മൾ നല്ല ഇണക്കാണ് കേട്ടോ, നല്ല ഇണക്കത്തിലുള്ള ആളാണ്. ആ പിച്ച പേടിയുണ്ട്. കുഞ്ഞല്ലേ അല്ലേ, കുഞ്ഞല്ലേ അല്ലേ, കുഞ്ഞാണോ? കുഞ്ഞാണോ? नहीं अभी चाय पी के आया. कहाँ? इधर सामने. അപ്പോഴത്തെ ഇവിടെ ബിണ്ടിയുടെ കൃഷിയുണ്ട് കേട്ടോ. ബിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക. അയ്യോ 2 കുഞ്ഞുങ്ങൾ. ഇതുണ്ട് വെണ്ടയുടെ കൃഷി. ഇത് മുഴുവൻ വെണ്ടയാണ്, വെണ്ട കൃഷിയാണ്. ബിണ്ട്. അപ്പോൾ ഇതെല്ലാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ചെറുപ്പത്തിൽ തന്നെ ഇതുണ്ടോ കായ്കൾ ഉണ്ടായിരിക്കുന്നുണ്ടോ. ഇതെല്ലാം പറിച്ചതാണ്, ബാക്കി അവിടെ പറിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ 1-2 ദിവസമാണ് ഇവർ വെണ്ട പറിക്കുന്നത്. അപ്പോഴത്തെ ഇതെല്ലാം മൊത്തം വെണ്ട കൃഷിയാണ്. പുതിയതായിട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. ഹം വെണ്ട പോലത്തെ ഭിണ്ടായി പോലത്തെ. അപ്പോഴത്തെ ഇങ്ങോട്ട് നമ്മൾ വന്നപ്പോഴത്തേക്കും കാണുന്നത് മുമ്പേ കണ്ട വേറെ ഇതുണ്ടോ, ഇത് വേറൊരു തരം പയറാണ്. ഈ പയർ ധാരാളം വഴിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. मैं रास्ता में देखा बेचने के लिए ये क्या है? ये तो राई है, छोटी छोटी। हाँ ये उसे हम ये बनाता है ना, ये तेल बनाता है, तेल बनाता है। और हम लोग करी में भी डालता है, करी में डालते हैं ना। केरला का स्टाइल ऐसा ही है. ये पहला डाल के तेल में डाल के टप 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 സൗണ്ട് ആയേഗ. അപ്പോഴത്തെ നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഇന്നലെ കണ്ടത് കടുക്. ഹം കടുക് പോലത്തെ കടുക്. അപ്പോൾ പിടുത്തം കിട്ടി കേട്ടോ. ഇന്നലെ കണ്ടതെല്ലാം നമ്മുടെ ഇതായിരുന്നു, കടുകല്ലായിരുന്നു. ഇന്നലെ കണ്ട മഞ്ഞപ്പൂക്കൾ നിന്ന സ്ഥലം മുഴുവൻ കടുകല്ലായിരുന്നു. 3 आदमी है. हाँ क्या काम कर रहे हो? वो पैसा देते हैं. अब बैंक में नहीं. हाँ मान लो हमने पैसा मंगवा. ओ ये ഫിനാൻസ് कर रहा है. 1000 रुपये का 1200 रुपये. അപ്പൊ പലിശക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഭായി പറഞ്ഞത് ഇവിടെ കേരളത്തിൽ നിന്നുള്ള 3 പേര് പലിശ പരിപാടി നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ബ്ലേഡ് മാഫിയ അവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല. हम ब्लेड बोलता है. क्या बोलते हैं? ब्लेड है ना, हम शेविंग करने का ब्लेड है ना, वैसा ही है ना. काटेगा पैसा नहीं देगा तो इसलिए ब्लेड बोलता है. ओ बैंक का जैसा ज्यादा ये पैसा देना है, 10%, 20%. वो तो पहचान वाला हो गया. अच्छा हाँ, कम से कम 10 साल हो गया. अच्छा इधर आके. उसका पप्पा है ना, वो पूना में रहता है. हाँ अच्छा, मुंबई पूना में महाराष्ट्र में. हाँ, उसके साथ 3 आदमी इधर रहता. ഇതർ ही है. अच्छा, അപ്പോൾ വലിയ ഫിനാൻസുകാരാണ് കേട്ടോ. കേരളത്തിൽ മാത്രമല്ല ബ്ലേഡ് മാഫിയ ഇവിടെയുണ്ട്. ചിലപ്പോൾ വഴിയിൽ പോകും. കച്ചി निकल लिया. हाँ कच्ची बोलता है. कच्ची. हाँ ये थान का ये पदरी बोलता है, पदरी. हाँ ये तो ये धान है. നെല്ല് ये നെല്ല്. हाँ അപ്പോഴത്തെ ഇവര് ഇതിൻ്റെയൊക്കെ പേരുകൾ എന്നോട് ചോദിക്കുവാണ്. അപ്പോൾ ഇത് നെല്ല്, ഇത് കച്ചി. हाँ ये कच्ची है, ये जानवर को देने के लिए रखा है. ऐसा ही है केरला में भी. सही में ये केरला में वही बस. നെല്ലൊക്കെ പേറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതുണ്ടോ,
നമ്മുടെ വെള്ളയരിയുടെ ഇതാണ് കാണുന്നത്. പച്ചരി. അപ്പത്തെ ഇവിടെയുണ്ട് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾ, ഇഷ്ടം പോലെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന സീസണാണ്. ഇവർക്ക് ധാരാളം നാടൻ കോഴികളാണുള്ളത് കേട്ടോ. അപ്പം ഒരു ചൂലിൽ 20 മുട്ടയിടുന്ന നാടൻ കോഴികളെ കണ്ടിട്ട് നമ്മൾ പതിയെ വെളിയിലോട്ടിറങ്ങി